ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 10ാമത്തെ പാഠമായ സുരക്ഷിത ഭക്ഷണം എന്ന പാഠത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1ൽ നമ്മൾ എങ്ങനെ സുരക്ഷിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് മായം ചേർക്കൽ. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് മായം ചേർക്കൽ. മായം ചേർക്കലുമായി ബന്ധപ്പെട്ട് വന്ന പത്രവാർത്ത വിശകലനം ചെയ്ത് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കും. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മായം ചേർക്കലിനെ കുറിച്ച്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കൾ മായം ചേർത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് അത് പെട്ടെന്ന് വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഭക്ഷ്യവസ്തുക്കളുടെ രുചി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നിറം, മണം അതൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മായം ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് മായം ചേർത്തത് കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഇനി ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ മായം ചേർക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. ശർക്കരയിൽ വൻതോതിൽ മായം. അപ്പോൾ ശർക്കരയിൽ ചേർത്ത മായത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ പത്രവാർത്തയിൽ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 3500 കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പിടികൂടി. തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയ റൊഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. റൊഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിനുള്ളിൽ എത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ശർക്കരയിൽ മായം ചേർത്തതാണ് പത്രവാർത്തയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ശർക്കരയിൽ ചേർത്തിട്ടുള്ളത്? തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റൊഡോമിൻ ബി ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ശർക്കരയിൽ ചേർത്തിട്ടുണ്ടാവുക ശർക്കരയുടെ നിറം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നിറം വർദ്ധിച്ചാലാണ് ആൾക്കാർ മേടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ശർക്കരയിൽ ഈ ഒരു മായം കലർത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ മായം കലർത്തിയിട്ടുള്ള ശർക്കര നമ്മൾ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള മാരക രോഗങ്ങളും ഉണ്ടാവും. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതാണ് പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ശർക്കരയിൽ എന്തിനാണ് റൊഡോമിൻ ബി ചേർത്തത്? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റൊഡോമിൻ ബി ശർക്കരയിൽ ചേർത്തിട്ടുള്ളത്? നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റൊഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ്? ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മായം കലർത്തിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണെന്ന് അല്ലേ? അപ്പോൾ ഇതുപോലെ പല ഭക്ഷ്യവസ്തുക്കളിലും മായം ചേർക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേയില എന്നിവയിലൊക്കെ അവയുമായി സാമ്യമുള്ള വസ്തുക്കളാണ് കലർത്തുന്നത്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേയില എന്നിവയിലൊക്കെ മായം കലർത്തുന്നത്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാക്കറ്റുകൾ കടയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ആ പാക്കറ്റിൽ ഇപ്പം മുളക് പൊടി മേടിക്കുകയാണെങ്കിൽ മുളക് പൊടിക്ക് നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടികപ്പൊടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിൽ ചോക്കുപൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തേയില എന്ന് പറഞ്ഞാൽ ചായപ്പൊടിയിൽ ചേർക്കുന്നത്? മണലൊക്കെയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മായം ചേർക്കൽ എന്നുള്ളതിനുള്ള ഒരു നിർവചനമാണ്. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ. അപ്പം മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ ആഹാര വസ്തുക്കൾ അവയോട് സാമ്യമുള്ള, ഗുണനിലവാരമില്ലാത്ത, അതേപോലെ തന്നെ വില കുറഞ്ഞ മറ്റു വസ്തുക്കൾ ചേർക്കുന്നതാണ് മായം ചേർക്കൽ. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെ. നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും മായം ചേർക്കപ്പെട്ടവയാവാം. അതിനാൽ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കൽ എങ്ങനെ തിരിച്ചറിയാം? ചില ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും മായം ചേർക്കൽ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മായം ചേർക്കുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ മായം ചേർക്കുന്നത് എങ്ങനെയാണ് ഇനി കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചില ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് തേനിലെ മായം കണ്ടെത്തുന്നതാണ്. തേനിൽ മായമായി ചേർക്കാൻ സാധ്യതയുള്ള വസ്തു ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാവും? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. അപ്പോൾ താഴെ കുറച്ച് ലായനികൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ വെള്ളമാണ്, പിന്നെ ശർക്കര ലായനി, പിന്നെ പഞ്ചസാര ലായനി, പിന്നെ കഞ്ഞിവെള്ളം. അപ്പോൾ ഇതിലത്തെ ഏതായിരിക്കും തേനില മായമായിട്ട് ഉപയോഗിക്കാം?
അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിൽ ശർക്കര ലായനിയും പഞ്ചസാര ലായനിയുമാണ് മായമായിട്ട് തേനിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? തേനിന് മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ശുദ്ധമായ തേൻ വളരെ വിലപിടിപ്പുള്ളതാണ്. പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട്. ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക. അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ്. എന്നാൽ കത്തുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയാണെങ്കിൽ ആ തേൻ മായം ചേർന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? തേനിൽ മായം കലർത്തുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തേനിൽ മായമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ശർക്കരയുടെയും പഞ്ചസാരയുടെയും ലായനിയാണ്. അപ്പോൾ ശുദ്ധമായ തേനാണെങ്കിൽ മായമൊന്നും കലരാത്ത ശുദ്ധമായ തേൻ എന്താണ്? വില കൂടിയ ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്? മാർക്കറ്റിലൊക്കെ തേനിൽ മായം ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച തേനിൽ മായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു കോട്ടൺ തുണിയിൽ എന്താണ്? തേനിൽ മുക്കുക, എന്നിട്ട് കത്തിക്കുക. അപ്പോൾ കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ ആ തേനിൽ എന്താണ്? മായമുണ്ടായിരിക്കും. എന്നാൽ മായം ചേരാത്തതാണ് വെച്ചെങ്കിൽ എന്താണ്? നന്നായി കത്തും. അപ്പം അങ്ങനെയാണ് തേനിലെ മായം കണ്ടെത്തുക. അപ്പോൾ തേനിലെ മായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി എടുക്കുക, തേനിൽ മുക്കുക. നന്നായി കത്തുന്നുണ്ടെങ്കിൽ എന്താണ്? ആ തേനിൽ മായമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പൊട്ടലും ചീറ്റലോടും കൂടിയിട്ട് കത്തുന്നുണ്ടെങ്കിൽ എന്താണ്? അതിൽ മായമുണ്ടായിരിക്കും. അപ്പം എന്തുകൊണ്ടായിരിക്കും മായമുള്ള തേന് പൊട്ടലും ചീറ്റലോടും കൂടിയിട്ട് കത്തിയിട്ടുണ്ടാവുക? ഇനി അതാണ് നോക്കുന്നത്. തേനിൽ ചേർത്ത പഞ്ചസാര ശർക്കര ലായനിയിലെ ജലാംശമാണ് തീ കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു നേരത്തെ തേനിൽ മായമായിട്ട് ഉപയോഗിക്കുന്നത് പഞ്ചസാര ലായനിയും ശർക്കര ലായനിയുമാണ്. അപ്പോൾ ഈ പഞ്ചസാര ശർക്കര ലായനിയിൽ എന്താണ്? ജലാംശമുണ്ട്. ആ ജലാംശം കാരണമാണ് ഇങ്ങനെ തിരി കത്തിച്ചപ്പം കോട്ടൺ തുണി കത്തിച്ചപ്പോൾ തേനിൽ മുക്കി കത്തിച്ചപ്പോൾ പൊട്ടലും ചീറ്റലോടും കൂടിയിട്ട് അത് കത്തിയത്. ഓക്കെ. ഇനി ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴേക്ക് പോവും. മായം ചേർത്ത തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ഇനി മായം കണ്ടെത്താൻ മറ്റൊരു മാർഗ്ഗമാണ് പറയുന്നത്. അത് വെള്ളത്തിലേക്ക്, ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ എന്താണ്? നേരെ താഴെ പോവും. മായം ചേർത്തതാണെങ്കിൽ അതെന്താണ്? വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ നമ്മൾ എന്താണ്? തേനിലെ മായം കണ്ടെത്താൻ 2 രീതികൾ പറഞ്ഞു. ഒന്നാമത്തെ രീതി എന്താണ്? ഒരു കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിക്കുക. രണ്ടാമത്തെ എന്താണ്? വെള്ളത്തിലേക്ക് ഒഴിക്കുക. ഇനി നാം ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളിലെ മായവും അത് കണ്ടെത്താനുള്ള മാർഗങ്ങളും നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ തേനിൽ നോക്കി. ഇനി അതുകൂടാതെ മഞ്ഞൾ, വെളിച്ചെണ്ണ, കായം ഇതിലൊക്കെ എങ്ങനെയാണ് മായമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം മഞ്ഞൾ. ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും. ഇല്ലെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും. അപ്പം എങ്ങനെയാണ് മഞ്ഞളിൽ എന്താണ് നിറം മായം കലർത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി എന്താണ്? ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുക. മായം കലർത്തിയതാണ് വെച്ചെങ്കിൽ എന്താണ്? ആ നിറം താഴേക്ക് ഇങ്ങനെ ഇറങ്ങും. മായം കലർത്താത്തതാണെങ്കിൽ എന്താണ്? ആ മഞ്ഞൾപ്പൊടിയുടെ നിറം ഇളകാതെ അതെന്താണ്? താഴെ വന്ന് വീഴും. അടുത്തത് വെളിച്ചെണ്ണ. 1 ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം നിരീക്ഷിക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവൻ കട്ടിയായിട്ടുണ്ടാവും. മറ്റെന്തെങ്കിലും എണ്ണകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ എന്താ? വെളിച്ചെണ്ണയുടെ മായം എങ്ങനെ കണ്ടുപിടിക്കുക? വെളിച്ചെണ്ണ എടുക്കുക, 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. മുഴുവനായി കട്ടിയാവുന്നുണ്ടെങ്കിൽ എന്താ? ശുദ്ധമായ വെളിച്ചെണ്ണ ആയിരിക്കും. വേറെ എന്തെങ്കിലും എണ്ണ കലർന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ എണ്ണ മുകളിൽ ദ്രാവക രൂപത്തിൽ പൊങ്ങി നിൽക്കും. ഇനി അടുത്തതാണ് കായം. കായത്തിൻ്റെ എങ്ങനെയാണ്? ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ചു നോക്കിയാൽ കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ലെങ്കിൽ എന്താണ്? മായം ചേർത്തിട്ടുണ്ടെന്ന് അനുമാനിക്കാം. കായത്തിൻ്റെ മായം കണ്ടെത്തി എങ്ങനെയാണ്? കായം എടുക്കുക, കത്തിച്ചു നോക്കുക. നന്നായി കത്തുന്നുണ്ടെങ്കിൽ എന്താണ്? മായമൊന്നുമില്ല. എന്നാൽ കുറച്ച് ചെറുതായി കത്തുന്നുള്ളൂ വെച്ചെങ്കിൽ എന്താണ്? അതിൽ മായമുണ്ട്. അപ്പം അങ്ങനെയാണ് മഞ്ഞൾ, വെളിച്ചെണ്ണ, കായം എന്നിവയുടെ മായം കണ്ടുപിടിക്കുന്നത്. മുകളിൽ നൽകിയിരിക്കുന്ന വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലെ മഞ്ഞൾപ്പൊടി, കായം, വെളിച്ചെണ്ണ എന്നിവയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തി താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം, നിഗമനം എന്നിവ പട്ടികയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ എണ്ണ, കായം എന്നിവ ഉപയോഗിച്ചിട്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ താഴെ 3 പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ളത് അത് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങളെത്തിയ നിഗമനവും എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങളുടെ വീട്ടിലത്തെ മഞ്ഞൾപ്പൊടി എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മിക്ക വീട്ടിൽ എന്താണ്? മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ എന്താണ്? ആട്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ?
അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലത്തെ ആയതുകൊണ്ട് എന്താണ് ആ തരത്തിലുള്ള നിരീക്ഷണ നിഗമനമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം, ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുന്നു. അപ്പോൾ എന്താ നിരീക്ഷണം? മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയുന്നു, അതായത് അതിൻ്റെ നിറം ഇളകാതെ താഴേക്ക് അടിയുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? മഞ്ഞൾപ്പൊടിയിൽ മായമൊന്നും ചേർത്തിട്ടില്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്, അപ്പോൾ അതുകൊണ്ട് മായമൊന്നും ചേർത്തിട്ടുണ്ടാവില്ല. ഇനി രണ്ടാമത്, ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിക്കുന്നു. അപ്പോൾ എന്താണ്? ചെറുതായിട്ട് കത്തുന്നുള്ളൂ, അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇതിൽ മായം ചേർത്തിട്ടുണ്ട്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. ഓക്കെ. ഇനി അര ഗ്ലാസ് വെളിച്ചെണ്ണ 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നു. അപ്പോൾ എന്താണ്? ഇത് കട്ടിയോ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങ ഉണക്കി ആട്ടിയിട്ടുണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ, അതിൽ മായമൊന്നും കലർന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എന്താണ് ആ വെളിച്ചെണ്ണ മുഴുവനും കട്ടിയാവുന്നു. അപ്പം ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കിയിട്ട് ഈ പട്ടിക പൂരിപ്പിക്കണം. ഇനി നിങ്ങളുടെ നിഗമനങ്ങൾ ക്ലാസ്സിലും ശാസ്ത്ര ക്ലബിലും അവതരിപ്പിക്കും. ഓക്കെ. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താണ് ഭക്ഷ്യവസ്തുക്കളിൽ മായം കണ്ടെത്തുന്നതിനെ കുറിച്ചിട്ടാണ് നോക്കിയത്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നതിനെ കുറിച്ചാണ്. ഇനി ഭക്ഷ്യവിഭവങ്ങളുടെ സുരക്ഷിതമായ സൂക്ഷിപ്പ്. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യവസ്തുക്കൾ വരാതെ സൂക്ഷിക്കുക എന്നതും. എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വെക്കൽ ആവശ്യമായി വരുന്നത്? താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കാൻ പോകുന്നത് ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്? പല ഭക്ഷ്യവസ്തുക്കളും ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സീസണുകളിലാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയെല്ലാം അതത് സമയങ്ങൾ ഉപയോഗിച്ച് തീരുന്നുണ്ടോ? വീട്ടിൽ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റു ഭക്ഷ്യവസ്തുക്കളും അതേ ദിവസം തന്നെ ഉപയോഗിച്ച് തീരുന്നുണ്ടോ? പാചകം ചെയ്ത ഭക്ഷണം ബാക്കി വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതായത് ചില ഭക്ഷ്യവസ്തുക്കളൊക്കെ നമുക്ക് എന്താണ് ചില സീസണിലാണ് കിട്ടുക, ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാ സമയത്തും കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ പറയുന്നത്, നമ്മൾ വീട്ടിലേക്ക് പഴവും പച്ചക്കറിയൊക്കെ മേടിക്കുന്നത് ഓരോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും അല്ല, ചിലപ്പോൾ ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ ഉള്ളത് മേടിക്കും. അപ്പോൾ അത് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിനെന്താണ് നല്ല രീതിയിൽ നമ്മൾ എന്താണ് സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെന്താണ് എന്തായാലും എത്ര ഉണ്ടാക്കിയാലും എത്ര ശ്രദ്ധിച്ചുണ്ടാക്കിയാലും ഭക്ഷണം ബാക്കി വരും. അപ്പോൾ ആ ബാക്കി വരുന്ന ഭക്ഷണം നമ്മൾ കളയാൻ പാടില്ല, പകരം എന്താണ് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ച് വീണ്ടും ഉപയോഗിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യകത എന്താണ്. ഈ സന്ദർഭങ്ങൾ വിശകലനം ചെയ്യൂ. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്ന്, ഭക്ഷ്യക്ഷാമം നേരിടാൻ. പിന്നെ വേറൊന്നെന്താണ്, ഓരോ സീസണിലുമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് എല്ലാ സമയത്തും കഴിക്കാൻ പറ്റും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി ഭക്ഷ്യവസ്തുക്കൾ ശരിയായി സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചില്ല വെച്ചെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് കേടായിപ്പോവും. അപ്പം എങ്ങനെയാണ് അത് കേട് വരുന്നത്? അതിനെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അവിടെ എന്താണ് ഒരു കുട്ടിയുടെ സംശയമാണ് പറയുന്നത്. കുട്ടി ചോദിക്കുകയാണ്, വീട്ടിൽ പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി കുറേ കാലം കേടുവരാതിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും കേടുവരുന്നു. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ കേടുവരുന്നത്? അപ്പോൾ കുട്ടിയുടെ സംശയം എന്താണ്, നമ്മുടെ വീട്ടിൽ അരി എന്താണ് കേടുവരാതെ കുറേ കാലം ഇരിക്കും, എന്നാൽ ആ അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന ചോറ് എന്താണ് ഒരു ദിവസം ഉപയോഗിച്ച് രണ്ടാമത്തെ ദിവസം അതേ സാധനം ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് കേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ ഇത് കേട് വന്നത്? അതാണ് കുട്ടിയുടെ സംശയം. അപ്പോൾ ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഈ കുട്ടിക്കുണ്ടായ സംശയം നിങ്ങൾക്കുമുണ്ടോ? താഴെ കൊടുത്ത കുറിപ്പ് വായിക്കൂ. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത് എങ്ങനെയാണ്? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഭക്ഷ്യവസ്തുക്കൾ വിഘടിപ്പിക്കും, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. അങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതരാകും. കൂടാതെ ഈർപ്പം തീരെയില്ലാത്ത സാഹചര്യങ്ങളും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. വായു കടക്കാൻ കഴിയാത്ത വിധം പാക്കു ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാനുള്ള കാരണം സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഈ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അതുപോലെ ചെയ്ത് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാം. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കാത്തത്?
ഒന്നാമത് പറയുന്നത് ഉയർന്ന താപനില, നല്ല ചൂടുണ്ടെങ്കിലും പിന്നെ ചൂട് വളരെ കുറവാണെങ്കിലും അവിടെ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കില്ല, അപ്പോൾ ഭക്ഷണം കേടുവരില്ല. പിന്നെ അതുപോലെ തന്നെ നനവില്ലാത്ത സ്ഥലങ്ങളിലും എന്താണ്, ഈർപ്പമില്ലാത്ത അതായത് നനവില്ലാത്ത സ്ഥലങ്ങളിലും സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കില്ല. പിന്നെ അതുപോലെ തന്നെ വായു ഇല്ലാതെ നമ്മൾ എന്താണ് പാക്ക് ചെയ്ത് വെച്ചാൽ, വായു കടക്കാത്ത വിധം പാക്ക് ചെയ്ത് വെച്ചാൽ അവിടെ എന്താണ് സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭക്ഷ്യവസ്തുക്കളെ സൂക്ഷിച്ചാൽ എന്താണ് സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരികയും ചെയ്യില്ല. പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി ദീർഘനാൾ കേടുവരാതിരിക്കാനും ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരാനുള്ള കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നനവൊന്നുമില്ല, ഈർപ്പൊന്നുമില്ല. പക്ഷെ നമ്മൾ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അരി വെള്ളത്തിലിട്ട് വേവിച്ചാലാണ് അത് എന്താണ് ചോറായിട്ട് മാറുന്നത്. അപ്പോൾ ആ ചോറിൽ എന്താണ് വെള്ളത്തിൻ്റെ അംശമുണ്ട്, ഈർപ്പമുണ്ട്. അപ്പോൾ ഈർപ്പമുണ്ട് വെച്ചെങ്കിൽ അവിടെ എന്താണ് സൂക്ഷ്മജീവികൾ നന്നായി പ്രവർത്തിക്കും, അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ കേടുവരും. അപ്പോൾ ഈർപ്പം ഉള്ളത് കൊണ്ടാണ് ചോറിൽ എന്താണ് സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് ചോറ് കേടുവരുന്നത്. ഇനി ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്നൊരു കഷ്ണം ബ്രെഡ് എടുത്ത് പുറത്ത് വെക്കൂ. ബ്രെഡിൽ 1-2 തുള്ളി വെള്ളം തളിക്കൂ. 3 ദിവസം കഴിഞ്ഞ് ഹാൻഡ് ലെൻസിലൂടെയോ മൈക്രോസ്കോപ്പിലൂടെയോ നിരീക്ഷിക്കൂ. നിങ്ങൾ ബ്രെഡിൽ എന്താണ് കാണുന്നത്? ഇതിന് കാരണം എന്താണ്? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വെള്ളം തളിച്ച് 2-3 ദിവസം പുറത്ത് വെച്ചാൽ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ പൂപ്പൽ വന്നിട്ടുണ്ടോ, അതായത് ഫംഗസ് എന്ന് പറഞ്ഞ സൂക്ഷ്മജീവി അവിടെ പ്രവർത്തിച്ചു, അവിടെ ജലാംശമുള്ളത് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചിട്ടാണ് ആ ബ്രെഡ് കേടുവന്നത്. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന രീതി. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി എങ്ങനെയൊക്കെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചതിന്. ഫസ്റ്റത്തെ എന്താണ് ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, അതൊക്കെയാണ്. പിന്നെ രണ്ടാമത്തത് മുളക് ഉണക്കുന്ന ചിത്രം. പിന്നെ മൂന്നാമത്തത് എന്താണ് കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് പാക്കറ്റിലാക്കി വെച്ചിട്ടുള്ള. പിന്നെ നാലാമത്തത് എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ. നമുക്ക് ഇങ്ങനെയൊക്കെ എന്താണ് ഭക്ഷ്യവസ്തുക്കളെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. വിവിധ ഭക്ഷ്യവസ്തുക്കൾ പല രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഓരോന്നും കേടുവരാതെ ഏത് രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കും. അപ്പോൾ താഴെ എന്താണ് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭക്ഷ്യവസ്തുക്കളെ കേടുകൂടാതെ എങ്ങനെയൊക്കെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ആ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ് മുളക് സൂക്ഷിക്കുന്ന രീതി എങ്ങനെയാണ്, ഉണക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈർപ്പം തീരെ ഇല്ലെങ്കിൽ എന്താണ് സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുളക് ഉണക്കി സൂക്ഷിക്കുന്നത്. ഇനി അടുത്തത് ചെറി നമ്മൾ സൂക്ഷിക്കുക എങ്ങനെയാണ്, പഞ്ചസാര ലായനിയിലാണ് സൂക്ഷിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ലായനി എന്താണ് സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ജലം വലിച്ചെടുത്ത് സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ കിട്ടുന്നില്ല, ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. പഞ്ചസാര സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ജലം വലിച്ചെടുത്ത് അവയെ നശിപ്പിക്കുന്നു. അപ്പോൾ അതാണ് പഞ്ചസാര ലായനിയിൽ ചെറി സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള കാരണം. ഇനി അതുപോലെ നെല്ലിക്ക, പൈനാപ്പിൾ രണ്ടും എന്താണ് സൂക്ഷിച്ചു വെക്കുന്നത് ഉപ്പ് ലായനിയിലാണ്. അപ്പം അതിനുള്ള കാരണം സെയിം തന്നെയാണ്. ഉപ്പ് എന്താണ് സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ജലം വലിച്ചെടുത്ത് അവയെ നശിപ്പിക്കുന്നു. അപ്പോൾ അവയ്ക്ക് പിന്നെന്താണ് പ്രവർത്തിക്കാൻ പറ്റില്ല, അങ്ങനെ അതെന്താണ് കേടുവരില്ല. ഇനി അടുത്തത് ചിപ്സ് എങ്ങനെയാണ് വായു കടക്കാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കുക. അതായത് വായു കടക്കാത്ത രീതിയിലുള്ള പാത്രങ്ങളിൽ ടൈറ്റാക്കി വെച്ചാൽ പിന്നെ അത് കേടുവരില്ല. അപ്പോൾ വായുവില്ലാത്ത സ്ഥലത്ത് എന്താണ് സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കില്ല. ഇനി അടുത്തത് പാനീയങ്ങൾ, പച്ചക്കറികൾ രണ്ടും എന്താണ് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ താഴ്ന്ന താപനിലയാണ്, അപ്പോൾ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കില്ല. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എഴുതാം. പിന്നെ 2 സ്ഥലത്ത് ഉപ്പിലാനും 2 സ്ഥലത്ത് റെഫ്രിജറേറ്ററും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കാരണം എന്താണ് ഒരൊറ്റതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സ്ഥലമില്ലാത്തതുകൊണ്ട് രണ്ടിൻ്റെയും കാരണങ്ങൾ എന്താണ് ഒരൊറ്റതിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം രീതിയിലാണ് കേടുവരാതെ സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓരോ രീതിയിലും സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ. അപ്പോൾ നമുക്കിപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള പല രീതികളും മനസ്സിലായി. ഇനി അതിനുള്ള കൂടുതൽ ഉദാഹരണം കണ്ടെത്തി മറ്റൊരു പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് രീതി എന്താണ് ഉണക്കി സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മുളക് കൂടാതെ വേറെ എന്തൊക്കെ ഉണക്കി സൂക്ഷിക്കുക, അരി, ചക്ക. പിന്നെ ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നവ നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി. പഞ്ചസാര ലായനിയിൽ ചെറി, നെല്ലിക്ക, ജാം. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നവ, അതായത് കുറഞ്ഞ താപനില ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജിൽ എന്തൊക്കെ സൂക്ഷിക്കുക, പാല്, പച്ചക്കറി, ഇറച്ചി, മീൻ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. ഓക്കെ, ഇനി വായു നിബന്ധമായി അടച്ച് സൂക്ഷിക്കുന്നത്, അതായത് വായു കടക്കാത്ത രീതിയിൽ എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കുന്നവ ഏതൊക്കെയാണ്, പാക്കറ്റിൽ വരുന്ന ബിസ്ക്കറ്റ്, റസ്ക്, ചിപ്സ്,
എന്തൊക്കെ എക്സാമ്പിൾ ഉദാഹരണം നിങ്ങൾക്ക് അതൊക്കെ എഴുതാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള രീതികൾ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പാർട്ട് 3 വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ മായം ചേർക്കലിനെ കുറിച്ച് നോക്കി, പിന്നെ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയാണ് കേടുവരുന്നത് നോക്കി, കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാൻ നോക്കി. ഇനി ബാക്കി നമുക്ക് മറ്റു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.